ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെയും അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത്, എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയും ഒക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നത്. എന്തുകൂടാ ഓക്കെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണേ, ഹൈറാർക്കിലല്ലേ, നോക്കി പറയാമല്ലോ. പിന്നെ അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും. തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ട്ണറായിട്ടും വരുന്ന ആളാണ്, ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഈ സിനിമയുടെ കൂടെ നിന്നവരും ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലീമേട്ടൻ്റെ കൂടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലീമേട്ടൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവന് നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമുണ്ട്. ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധപ്പനും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വാംത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ എന്തു ഓക്കെ